ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ നന്ദിനിയോട് പറയാണ്, നന്ദിനി എനിക്ക് സിഗരറ്റ് വലിക്കണം. സിഗരറ്റ് എന്ന് പറയുമ്പോൾ ബീഡി എന്നാണ് കേട്ടോ നന്ദിനി പറയുക. എടോ ഇത് ബീഡി അല്ലടോ, ഇത് സിഗരറ്റ് എന്നാ പറയുക. അത് കേൾക്കുന്ന നന്ദിനി പറയണം, ഞങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ ബീഡി എന്നാ പറയുന്നത്. അതെന്തോ ആയിക്കോട്ടോ, താൻ ഇതിനൊന്ന് ഹെൽപ്പ് ചെയ്യോ? അയ്യോ എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല. എടോ ഇത് വലിക്കുമ്പോൾ ബീഡിയെങ്കിൽ ബീഡി, ഈ സിഗരറ്റ് വലിക്കുമ്പോൾ അതിന് കൈക്ക് സുഖം വേണം. എൻ്റെ ഈ കൈ കൊണ്ട് എനിക്ക് അത് വലിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യോ? അത് കേൾക്കുന്ന നന്ദിനി അയ്യോ പറ്റത്തില്ല എന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന സൂര്യ പറയണ അയ്യോ പറ്റത്തില്ല എന്ന് പറയല്ലേ നന്ദിനി, പ്ലീസ്. എനിക്ക് ഇത് നീ പ്രോമിസ് തന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. എൻ്റെ കൈക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ. അത് കേൾക്കുന്ന നന്ദിനി എന്നാൽ ശരി, എന്നാൽ വലിക്കാം എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ നന്ദിനി ആ സിഗരറ്റ് പതിയെ ഇങ്ങനെ സൂര്യയുടെ വായിലോട്ട് മുഖത്തോട്ട് നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചു ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ സൂര്യ ഇങ്ങനെ മുഖം കൊണ്ട് ഇങ്ങനെ തിരിക്കണം കേട്ടോ. അപ്പം നന്ദിനിയാണെങ്കിൽ മുഖത്ത് നോക്കാത്തതുകൊണ്ട് ഇതാ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. പക്ഷേ അത് സൂര്യയുടെ വായിലോട്ട് എത്തുന്നില്ല. അപ്പം നന്ദിനി നീ എന്തീ കാണിക്കുന്നത്? എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ വായിലോട്ട് വെച്ചതാ എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ, അതെ ഞാനൊരു കാര്യം മറന്നുപോയി. എന്ത് കാര്യം? അതെ ഇവിടെ എൻ്റെ ദൈവങ്ങളുടെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. അതായത് ഞാനിവിടെ പൂജിക്കുന്ന ഒരു ഇതാണ്. ഇവിടെ എൻ്റെ അമ്മയുടെ ഫോട്ടോ ഒക്കെ ഇവിടെ ഇരിപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിവിടെ വേണ്ട, ഈ വലി ഇവിടെ വേണ്ട. അയ്യോ പിന്നെ ഇവിടെ വലിക്കും? അതെ പുറത്ത് പോയി വലിക്കുക. അയ്യോ അതൊന്നും പറ്റത്തില്ല, എൻ്റെ കൈകൊണ്ട് സുഖമില്ല, ഞാൻ റെസ്റ്റല്ലേ എടുക്കേണ്ടത്. അതെ പുറത്ത് കാറ്റും വെയിലൊക്കെ കൊണ്ട് വലിക്കുകയാണെങ്കിൽ അതൊരു സുഖമല്ലേ? ഞാനിവിടെ പ്രാർത്ഥനയല്ലേ, ഞാൻ പൂജാമുറി പോലെയല്ലേ ഈ റൂം കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ വേണ്ടെന്ന് പറയട്ടോ. അത് നീ പറഞ്ഞത് ശരിയാണ്, ഒരു കാറ്റൊക്കെ കൊണ്ട് വലിക്കുമ്പോൾ അതൊരു സുഖമാണ് എന്ന് പറയണിട്ട് അങ്ങനെ നന്ദിനിയും കൊണ്ട് സൂര്യ പുറത്തോട്ട് പോവാണ്. അങ്ങനെ സൂര്യ ഒരു ഫില്ലറിൻ്റെ ചുമരിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. നന്ദിനിയാണെങ്കിൽ അവിടുത്തെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് ആര് നോക്കിയാലും നന്ദിനി ഈ സിഗരറ്റ് വലിക്കുന്നത് പോലെയാണ് കേട്ടോ തോന്നുക. അങ്ങനെ സൂര്യയുടെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നു. സൂര്യ പിന്നീട് ആ പുക വിടുന്നു. അങ്ങനെ പുകയായി ഇങ്ങനെ വരുന്നത് കാണുന്നു. പിന്നീട് നന്ദിനിയുടെ കയ്യിൽ ഈ സിഗരറ്റിൻ്റെ കുറ്റിയുമുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ സമയം ഇപ്പുറത്തൂടെ ഇങ്ങനെ വിജയ് ഇത് കാണുന്നത്. വിജയ് ഇത് കാണുമ്പോൾ ഉടൻ തന്നെ ഈശ്വര ഇവള് സിഗരറ്റ് വലിക്കുക, ഇവള് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് സിഗരറ്റ് വലിക്കുക, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്തായാലും ഭർത്താവിനനുസരിച്ച് തന്നെ ഒരു ഭാര്യ, എന്തായാലും അവന് മദ്യപാനിയാണെങ്കിൽ ഇവള് സിഗരറ്റ് വലിക്കാരുത്തി എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഇതൊക്കെ പണിയുണ്ടല്ലേ. എന്നാൽ ഇത് ഇപ്പം ഇന്ദ്രജയെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഓട്ടം ഇന്ദ്രജയുടെ അരികിലോട്ട് ഇട്ടാ. അപ്പോൾ ഇന്ദ്രജയാണെങ്കിൽ അവിടെ തിരക്കിട്ട് മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജയ നീ അങ്ങ് വന്ന് എനിക്ക് നല്ലൊരു കാഴ്ച കാണിച്ചു തരാം. എന്ത് കാഴ്ച? നീ ഒന്നും കൊണ്ട് വരുന്നുണ്ടോ? നിങ്ങൾ എന്താ കാഴ്ച? അതങ്ങ് പറഞ്ഞാൽ പോരാ. അപ്പോൾ അത് കേട്ടോടെ തന്നെ സൂര്യ പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ. വിജയ് പറയാണ്, അതെ ആ പുറത്തില്ല നന്ദിനിയില്ല വേലക്കാരി, അവളെന്ത് ചെയ്തു? അവൾ സിഗരറ്റ് വലിക്കുന്നു. നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? അവൾ സിഗരറ്റും ഇവിടുത്തെ കള്ളുംകുപ്പിയൊന്നും പോലെ അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. അവളൊരു നാട്ടും പുറത്ത് കരിയാണ്, ഒരിക്കലും അതൊന്നും അവൾ വലിക്കത്തില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പറയാണ്, അല്ല ഞാൻ കാണിച്ചു തരാം, നീ എൻ്റെ കൂടെ സിറ്റ് ഔട്ടിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവരുടെ റൂമിൽ നിന്നും ബാൽക്കണിയിൽ നിന്നും നോക്കുമ്പോൾ ഇവള് ഇത് വലിക്കുന്നതായിട്ട് തന്നെ ഉടൻ തന്നെ ഇന്ദ്രജിക്കും തോന്നുകയാണ്. അപ്പോൾ ഇന്ദ്രജി പറയാണ്, നിങ്ങൾ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ അതിൽ സത്യമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പെട്ടെന്ന് ഇങ്ങനെ നന്ദിനി വലിക്കുന്നത് തന്നെ. അങ്ങനെ കുറച്ച് നേരം കൂടി ഒന്നും കൂടി നോക്കി നോക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ സൂര്യൻ ഉപ്പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ സൂര്യക്ക് വായിൽ വെച്ച് കൊടുക്കുന്നു. സൂര്യ അപ്പോൾ ഉടൻ തന്നെ നന്ദിനി ഇത് എടുക്കുന്നു. ആ ഒരു സീനാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങ് കാണുന്നതിനോട് കൂടി ഉടൻ തന്നെ ഇന്ദ്രജ പറയാണ്, നിങ്ങളിപ്പോൾ അമ്മയോട് പറയാം മൊബൈലിൽ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വീഡിയോയുമായി കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മ ഇതിവിടെ വിവാദമാക്കിയിട്ടുണ്ടെങ്കിൽ സൂര്യ നമ്മളെ പൊരിച്ച് തന്നേനെ. നിങ്ങളുടെ ഒരു സംസാരം കേട്ട് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തിക്കുന്ന ഇത് തന്നെയാണ് ശിക്ഷ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഇന്ദ്രജ അതും പറഞ്ഞങ്ങ് പോവാണ്. പക്ഷേ വിജയാണെങ്കിലോ, ഈശ്വര എന്തൊരു ഭാഗ്യവാനാണ് ഈ സൂര്യ. കിട്ടുമ്പോൾ ഇങ്ങനെയുള്ളൊരു പെണ്ണിനെ കിട്ടണം. മദ്യപിക്കാൻ കൂട്ട്, സിഗരറ്റ് വലിക്കാൻ കൂട്ടുക, സിഗരറ്റ് വലിക്കാൻ കൂട്ടല്ല വെച്ച് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു ഭാര്യയെ കിട്ടാൻ അവൻ വല്ലാത്തൊരു പുണ്യം തന്നെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്.
എന്നിട്ട് ആരോട് പറയാനെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലും മിത്രയാണ് കാണിക്കുന്നത്. മിത്ര പൊട്ടി പൊട്ടി കരയാണ്. ആ സമയം മിത്രയോട് പത്മ പറയാണ്, നീ എന്തിനാ അങ്ങനെ കരയുന്നത്? അല്ല, ഇത്രയും നാളും ഇന്നലെയും നാളെ ഈ വേലക്കാരി പെണ്ണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ നന്ദിനി ഇപ്പോൾ സൂര്യയുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണ് പിടിച്ചിരിക്കുന്നത്. സൂര്യ അവളെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ ഞെട്ടി എന്ന് പറയട്ടെ. അത് കേൾക്കുന്നതിനോടുകൂടി നീ ഇതൊന്നും വിഷയമാക്കണ്ട, അവൻ ഒരിക്കലും അവളെ സ്നേഹിക്കാൻ കഴിയില്ല. അല്ല മാഡം, അല്ല ആൻറ്റി, അവൾക്ക് സ്നേഹിക്കാൻ കഴിയും. അവൾ സ്നേഹിക്കും. കാരണം അവൾക്ക് അത്ര നല്ലൊരു മനസ്സ് അവൾ സൂര്യയുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സൂര്യയുടെയൊക്കെ മനസ്സിൽ കയറിപ്പറ്റാനുള്ള ആ ഒരു ഇതൊക്കെ അവൾക്ക് ഉണ്ടെന്ന് പറയും കേട്ടോ. പിന്നെ അതുമല്ല, നാട്ടുകാരറിയെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് തന്നെ അവളല്ലേ ഭാര്യ. അപ്പോൾ അത് കേൾക്കുന്ന പത്മ പറയണേ, എടി നീ എന്തായി പറയുന്നത് ഇത്രയും? വിവാഹക്കുറി അടിച്ചു, അതിൽ നിൻ്റെയും സൂര്യയുടെയും പേര് ആളുകളെ ക്ഷണിക്കുമ്പോൾ നീയും സൂര്യയും വിവാഹിതയാവുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അഗ്നിസാക്ഷിയായി നിൻ്റെ താലി അവിടെ മന്ത്രം ജപിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്, അഗ്നിസാക്ഷിയായി ഇങ്ങനെയൊക്കെ ചെയ്തത് നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയാണ്. ലാസ്റ്റ് നിമിഷമല്ലേ ഒരു മഞ്ഞച്ചിരട് കൊണ്ടേ അവളുടെ കഴുത്തിൽ അങ്ങ് കെട്ടിയത്. അതൊരു വിവാഹമേ അല്ല. അതുവരെ എല്ലാം ചെയ്തത് സത്യം പറഞ്ഞാൽ നീയാണ് സൂര്യയുടെ പെണ്ണായി വരിക എന്ന് പറയുന്നിട്ട്. അത് കേൾക്കുന്ന മിത്ര സത്യമാണോ എന്ന് ചോദിക്കണം. അതേ, സത്യം തന്നെ. അതുകൊണ്ട് നീ കരയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ നാളെ ഇറങ്ങിപ്പോകും. അത് സൂര്യയുടെ വായിൽ നിന്ന് ഞാൻ കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, ആ സ്ഥാനത്ത് നീ വരും എന്നൊക്കെ പറയാനായിട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്ന മിത്രക്ക് സമാധാനമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും ടേബിളിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന ആ ഒരു രംഗമാണ്. അപ്പോൾ വേദ പറയാണ്, എന്നും ഇവിടെ തക്കാളി ചമ്മന്തിയും ഈ ഇഡ്ഡലിയേ ഉള്ളൂ. അപ്പോൾ കനകം പറയാണ്, ആ ഇതാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത് കഴിച്ചു മനുഷ്യന് മടുത്തു, ഇന്ന് ഇത് തന്നെയേ ഉള്ളൂ, എന്താ ഈ തക്കാളി ചമ്മന്തിയിൽ നിന്നൊരു വ്യത്യാസമില്ലേ? അപ്പോൾ കനകം പറയാണ്, തക്കാളിക്ക് ഇപ്പോൾ നല്ല വില കുറവല്ലേ, അതുകൊണ്ടാണ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇവിടെ വിലയുടെ കാര്യത്തിൽ പെശകാൻ നിന്നോട് ആരടി പറഞ്ഞത് എന്ന് വേദ പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് പത്മ, ഇന്ദ്രജ, വിജയൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഇറച്ചി മീനൊന്നും ഉണ്ടാക്കാത്ത എന്താ, നല്ല ഹെവി ഫുഡ് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ വന്നത്. എന്നിട്ട് തക്കാളി ചമ്മന്തി ചട്ടിണി ഇഡ്ഡലിയൊക്കെയാണ്. ആരോട് ചോദിച്ചാൽ അത് നന്ദിനി മേഡമാണ് 5 രൂപ 10 രൂപ ഒക്കെ നോക്കുന്നത്. 100 രൂപക്ക് 4 കിലോ തക്കാളി കിട്ടുമ്പോൾ അതെല്ലാം നല്ലതെന്ന് പറഞ്ഞ് നന്ദിനി മേഡമാണ് മേടിച്ചത്. അത് കേൾക്കുന്നതിനോട് കൂടി വേദ പറയും, അവളിങ്ങ് വരട്ടെ, അവളാണോ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്, ഇവിടുത്തെ ചിലവുകൾ അവളാണ് തീരുമാനിക്കുന്നത്, അവൾ എന്ത് പണിയാണ് കാണിക്കുന്നത്, എനിക്ക് കഴിക്കാൻ പറ്റിയതല്ല, അവൾ മേടിച്ച് തരണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇന്ദ്രജ പറയാം, ഒന്ന് നിർത്ത് വേദേ, നിനക്ക് വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫാസ്റ്റ് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി തരില്ലേ? അപ്പോൾ രാജു പറയാണ്, ആ മോളെ, നീ നേരത്തെ പറയുകയാണെങ്കിൽ നിനക്കത് ഉണ്ടാക്കി തരും, ഇറച്ചിയും മട്ടനും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്, നീ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാം, നീ ഇപ്പോൾ നിനക്ക് ഒരു ഓംലേറ്റ് അടിച്ചാൽ മതി, ഇപ്പോൾ അടിച്ചു തരാം, ഓക്കെ അത് മതി, എന്നാൽ 5 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരണം, അതിന് 5 മിനിറ്റിനെ വേണ്ടുള്ളൂ എന്ന് വിജയും പറയുന്നത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് യതീന്ദ്രൻ കയറി വരികയാണ്. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കണം, എല്ലാവരും ഉണ്ടല്ലോ, സൂര്യ എവിടെ ഭക്ഷണം കഴിക്കാൻ? അപ്പോൾ രാജു പറയുകയാണ്, സൂര്യയെ വിളിച്ചു, പക്ഷേ സൂര്യ വന്നിട്ടില്ല, അപ്പോൾ വരാമെന്ന് പറഞ്ഞു, എന്നാൽ നീ പോയി വിളിക്കുമെന്ന് പറയുമ്പോൾ സൂര്യയും നന്ദിനിയും കൂടി ഇറങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ സൂര്യയും നന്ദിനിയും കൂടി ഇറങ്ങി വരുമ്പോൾ യതീന്ദ്രൻ പറയണ, മോനെ ഇരിക്ക്, നമുക്ക് ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സൂര്യ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും രാജു ഈ പറയുന്ന സ്പെഷ്യലുമായി വരികയാണ്. അതിൽ ഇഡ്ഡലി ഇങ്ങനെ കഷ്ണം കഷ്ണമായി വെട്ടിയിട്ട് അതിന് മുകളിൽ ഒരു ബൗളിൽ സാമ്പാർ ഒഴിച്ച് അതിൽ കുറച്ച് നെയ്യൊക്കെ തൂകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് കേൾക്കുന്ന വിജയ്, ഈശ്വര, അതിൻ്റെ മണം തന്നെ അടിക്കുമ്പോൾ തിന്നാൻ തോന്നുന്നുണ്ട് എന്നിങ്ങനെ വിജയ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മനസ്സുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ സമയം ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയാണ്. അപ്പോൾ സൂര്യ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു സ്പൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നന്ദിനി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി, നീ എന്ത് കണ്ടിട്ടാണ് നിൽക്കുന്നത്, നീ എൻ്റെ അരികിലോട്ട് ഇരിക്കുക എന്ന് പറയണം. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ നന്ദിനി ആകെ പെട്ടെന്ന് ഭയന്ന് പോവാണ്. നീ എന്താ ഈ നിൽക്കുന്നത്, എനിക്ക് വാരിത്തരേണ്ടത് നീയല്ലേ, നീ എൻ്റെ അരികിൽ ഇരിക്കുമെന്ന് പറയണേ. അങ്ങനെ ഇത് കേൾക്കുന്ന പത്മ പറയണേ, നീ മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കണ്ടടാ, നീ നിൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ അഭിനയം നിർത്തിയേക്ക്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാര്യയല്ല ഭർത്താവല്ല എന്നുള്ള ഞാൻ അറിഞ്ഞതാണ്, എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി, എൻ്റെ ഭക്ഷണം ഒട്ടിക്കാൻ വേണ്ടി നീ വെറുതെ അവളോട് ഇരിക്കാൻ പറയണ്ട, എൻ്റെ മുന്നിൽ അവൾക്ക് ഇരിക്കാൻ അർഹതയില്ല എന്ന് പറയണ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സൂര്യ ചോദിക്കുക, വൈ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ പത്മ പറയാണ്, എന്തുകൊണ്ടെന്ന് നീ എന്നോട് ചോദിക്കുന്നു, അതെനിക്കറിയാം, കാരണം ഞാൻ കേട്ടതാണ് നീ അവളെ ഏത് തരത്തിലാണ് കാണുന്നതെന്ന്. ഞാൻ ഏത് തരത്തിലാണ് കാണുന്നത് എനിക്കറിയാം, ഇതെൻ്റെ ഭാര്യയാണ്, നിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് പറച്ചില്ലേ ഉള്ളൂ, അവളുടെ കഴുത്തിലൊരു മഞ്ഞച്ചരട് അങ്ങ് കെട്ടുന്നത് കൊണ്ട് അവൾ നിൻ്റെ ഭാര്യയാവോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന സൂര്യ പറയാണ്,
എന്നാൽ ഞാൻ റോസ് ചരട് കെട്ടിക്കൊടുക്കാം, അപ്പോൾ എൻ്റെ ഭാര്യയാവുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന പത്മ പറയണേ, എടാ ഒരു കല്യാണം എന്ന് പറയുന്നത് എല്ലാ ചടങ്ങുകളോട് കൂടിയാണ് ഒരു കല്യാണം നടത്തുന്നത്, വെഡ്ഡിങ് നടത്തുന്നത്. അത് നിനക്കറിയില്ല. ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കുക, അതിൽ പേര് കൊടുക്കുക, പിന്നീട് ആളുകളെ ക്ഷണിക്കുക, എന്നിട്ട് അതൊക്കെ ചെയ്തിട്ട് പിന്നീടാണ് താലികെട്ട്. എന്നാൽ നീ ഇവിടെ ഒരു വേലക്കാരിയാണ് താലി കെട്ടിയിരിക്കുന്നത്. വേലക്കാരി ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങിപ്പോവും. അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് നന്ന്. അത് നീ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നോടുള്ള പ്രതികാരത്തിന് നീ വെറുതെ ഓരോന്ന് കാട്ടിക്കൂട്ടണ്ട എന്ന് പറയണേ. അപ്പോൾ ഉടനെ തന്നെ സൂര്യ ചോദിക്കുകയാണ്, അത് നിങ്ങൾക്കല്ലേ, ഇവളുടെ കഴുത്തിൽ ഞാൻ റോസോ മഞ്ഞയോ ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവളെൻ്റെ ഭാര്യയാണ്. ജീവിതകാലം മുഴുവൻ ഇവളെൻ്റെ ഭാര്യ തന്നെ ആയിരിക്കും. അത് യാതൊരു വ്യത്യാസമില്ല. അപ്പം നന്ദിനിയാണെങ്കിലോ ആകെ പെട്ടിരിക്കുകയാണ്. എന്നിട്ട് സൂര്യ പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ ഈ ഒരു ആചാരങ്ങളോട് കൂടി കല്യാണം കഴിച്ച നിങ്ങളുടെ മക്കളൊക്കെ ഇപ്പോൾ എന്താ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് ചോദിക്കുകയാണ്. അവരൊക്കെ ഇപ്പോൾ ഈ മഞ്ഞച്ചരടിൽ കല്യാണം കഴിച്ചിട്ട് എന്നിട്ടിപ്പോൾ നിങ്ങൾ ആചാരവും ഇൻവിറ്റേഷനും ആളുകളെ ക്ഷണിച്ചൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് നിങ്ങളടക്കം ഇവിടെ ഇപ്പോൾ എന്താ നടക്കുന്നത്? ഭർത്താക്കന്മാർക്ക് വല്ല വിലയുണ്ടോ എന്ന് ചോദിക്കണം. അത് കേൾക്കുന്ന സത്യം പറഞ്ഞാൽ അത് കേൾക്കുന്ന ഇന്ദ്രജക്കും പത്മക്കും ആകെ തിരിച്ചടിയാവുകയാണ്. അവർ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പോൾ വിജയ് ചിരിക്കുന്നുണ്ട്. വിജയ്ക്ക് ചെറിയൊരു ചിരി വരിക. അപ്പോഴേക്കും നന്ദിനി ഇവരെ പോലെയുള്ളവരോടൊക്കെ സംസാരിക്കുന്നത് നല്ല, നന്ദിനി നീ എൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞ് നന്ദിനിയെ കസേരയിൽ ഇരുത്തിയിട്ട്, നന്ദിനി എനിക്ക് ഈ ഭക്ഷണം വാരിത്താ, എൻ്റെ കൈകൊണ്ട് സുഖമില്ലാത്ത നിനക്കറിയില്ലേ എന്നും പറഞ്ഞ് നന്ദിനിയെ കൊണ്ട് ഓരോ ഉരുളകളായി വായിലോട്ട് വെക്കുന്ന ആ ഒരു കിടുക്കൻ സീനൊക്കെയാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഇന്നും നാളത്തെയൊക്കെ എപ്പിസോഡ്, അതായത് 2 ദിവസം ലീവല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ എപ്പിസോഡുകളാണ് പറയുന്നത്, ഇനി വരാനിരിക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.